ഈ വീഡിയോ വളരെ എക്സ്ക്ലൂസീവാണ്. അത് കേരളവുമായിട്ട് ബന്ധപ്പെട്ടത് തന്നെയാണ്. രസകരമായ ഇൻഫർമേഷനാണ് ഹോം മിനിസ്ട്രിയിൽ നിന്നും കിട്ടുന്നത്. അതായത് കഴിഞ്ഞ 3 മാസം കൊണ്ട് ഹോം മിനിസ്ട്രിയും അതിൻ്റെ സീനിയർ ഒഫീഷ്യൽസും കേരളത്തിലെ ഒരു മാധ്യമ സ്ഥാപനത്തിൻ്റെ അതിൻ്റെ സംഘടനയായ ജമാഅത്തെ ഇസ്ലാമി അവരെപ്പറ്റി ഫുൾ ഫ്ലെഡ്ജ് ആയിട്ടുള്ള അന്വേഷണം നടത്തുകയാണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും, ഞാനൊരു വീഡിയോ ചെയ്തത് ബംഗ്ലാദേശുമായി ബന്ധപ്പെട്ട് ജമാഅത്തെ ഇസ്ലാമിയാണ് അവിടെ ഹിന്ദു കമ്മ്യൂണിറ്റി ഏറ്റവും കൂടുതൽ കലാപ രീതിയിൽ ആക്രമിച്ചത്. അപ്പോൾ നിങ്ങളിപ്പം അറിഞ്ഞു കാണുമായിരിക്കും, അടുത്ത സമയത്ത് ഈ ജമാഅത്തെ ഇസ്ലാമി അവരുടെ ഐക്കോണിക് സ്ഥാപകൻ്റെ ആയ മഹമൂദി മമൂദി, അദ്ദേഹം ബേസിക്കലി ബംഗ്ലാദേശ് പാകിസ്ഥാൻകാരനാണ്, ഈസ്റ്റ് പാകിസ്ഥാനിലാണ്. അപ്പോൾ അയാളാണ് ഈ ജമാഅത്തെ ഇസ്ലാമി ഉണ്ടാക്കുന്നത്. അവിടെ അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം, നേരത്തെ ഒരു ജേർണലിസ്റ്റായിട്ട് തുടക്കം ഉണ്ടായിരുന്നു, പിന്നെ അമേരിക്കയിൽ പോയി പഠിച്ചു. ഇദ്ദേഹത്തിൻ്റെ ജമാഅത്തെ ഇസ്ലാമിയുടെ ഫൗണ്ടേഷൻ, അദ്ദേഹത്തിൻ്റെ ഐഡിയോളജി എന്ന് പറയുന്നത് ഇസ്ലാമിക രാജ്യമാണ്. അപ്പോൾ ആ ഇസ്ലാമിക രാജ്യത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ കേഡേഴ്സും അവരുടെ വിങ്ങുകളെല്ലാം വർക്ക് ചെയ്യുന്നത്. അടുത്ത സമയത്ത് ഈ ഇന്ത്യൻ വിങ് ഓഫ് ജമാഅത്തെ ഇസ്ലാമി, പ്രത്യേകിച്ച് കേരള വിങ്, ഈ പറയുന്ന മൗമൂദിയുടെ എല്ലാ രീതിയിലും എടുത്തു മാറ്റി. അപ്പോൾ പല ആൾക്കാരും ധരിച്ചു, കാരണം ഇവർക്ക് ഇന്ത്യയോടുള്ള സ്നേഹം കൊണ്ടാണ്. അതുകൊണ്ടല്ല സംഭവം. ഇവർക്ക് പിടികിട്ടി ഇവർക്കെതിരെ അന്വേഷണം നടക്കുകയാണ്. കാരണം അന്വേഷണം വളരെ വ്യക്തമായി ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പോവുക. എന്താണ് പ്രധാനപ്പെട്ട സംഭവങ്ങൾ നിങ്ങൾക്കറിയാമോ? മനസ്സിലാക്കുക. അതായത് ബംഗ്ലാദേശിൽ അവിടെ ഹിന്ദുക്കൾക്കെതിരെ കലാപമുണ്ടായ സമയത്ത്, നിങ്ങൾക്ക് മനസ്സിലാക്കണം, ഷെയ്ഖ് ഹസീനയ്ക്ക് ശേഷം വീണ്ടും വന്ന മുഹമ്മദ് യൂനിസിന് ശേഷമാണ് അവിടെ ജമാഅത്തെ ഇസ്ലാമിയുടെ ബാൻ എടുത്ത് മാറ്റിയത്. അതിനു മുമ്പ് അവിടെ ബാനായിരുന്നു. ആ സമയത്തൊക്കെ ഈ ഷെയ്ഖ് ഹസീനെ അട്ടിമറിക്കാനും ജമാഅത്തെ ഇസ്ലാമിക്ക് ഫണ്ട് ചെയ്തതും മിഡിൽ ഈസ്റ്റിലും, പ്രത്യേകിച്ച് ഖത്തറിലുള്ള മിഡിൽ ഈസ്റ്റിൽ ജോലി ചെയ്യുകയും ബിസിനസ് ചെയ്യുകയും ചെയ്യുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ മലയാളികളായിരുന്നു. തെളിഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ഇവർ സ്പെസിഫിക്കായിട്ട് പറയുന്നൊരു സംഭവം, അതായത് അതിൻ്റെ RAWൻ്റെ ഒക്കെ ജോയിൻറ്റ് റിപ്പോർട്ടുണ്ട്. അവർ പറയുന്ന സംഭവം, ഈ പറയുന്ന ഫണ്ട് ചെയ്യുന്ന മലയാളികളൊക്കെ പറയുന്നത് ബംഗ്ലാദേശിലുള്ള ഹിന്ദുക്കളെ ഓടിക്കണം, അവരെ അടിച്ചോടിക്കണം. എന്താ കാര്യം? ഇന്ത്യയിലുള്ള മുസ്ലിങ്ങളെ ഇവിടെയുള്ള ഹിന്ദുക്കളും BJP അടിച്ചു ഓടിക്കുന്നു, അതിന് പകരം ബംഗ്ലാദേശിലുള്ള ഹിന്ദുക്കളെ നശിപ്പിക്കണം. ഇത് തെളിവുൾപ്പെടെയാണ് ഇന്ത്യയുടെ എക്സ്റ്റേണൽ ഏജൻസി പല സംഭവം എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഈ അടുത്ത സമയത്ത് ഈ ജമാഅത്തെ ഇസ്ലാമി മൗമൂദിയുടെ സാധനം എടുത്ത് മാറ്റി. അല്ലാതെ ഇന്ത്യയോടുള്ള സ്നേഹം കൊണ്ടുവന്നില്ല. പല ആൾക്കാർക്ക് പിടികിട്ടില്ല. ഇപ്പം ഞാനിതിനെപ്പറ്റി അന്വേഷിച്ചു, എന്ത് ഈ സംഭവം, എന്തുകൊണ്ടാണ് ഇത് മാറ്റിയത്, എന്താണ് ഇതിൻ്റെ പിറകിലുള്ള സംഭവം. അപ്പോൾ കൃത്യമായിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ തന്നെ പറഞ്ഞു, വളരെ ശക്തമായ അന്വേഷണം പോവുകയാണ്. കാരണം ഇന്ത്യയിലെ ഒരു ഇസ്ലാമിക സംഘടന, മത തീവ്ര സംഘടന, അവർ ഓപ്പറേറ്റ് ചെയ്തവർക്ക് പണം കൊടുത്ത് മിഡിൽ ഈസ്റ്റ് ഏഷ്യയിൽ നിന്ന് ആദ്യം ഈ ബാനിന് മുമ്പ് അവർ ചെയ്തിരുന്ന ഹവാല രീതിയിൽ അവരെ ഉൾപ്പെടെ പൊക്കി. ചെറിയ സംഭവമൊന്നുമല്ല, അവരെ ഉൾപ്പെടെയാണ് പൊക്കിയിരിക്കുന്നത്. എന്നിട്ട് ഈ കൊടുത്ത വിട്ടവന്മാരുടെ മുഴുവനും ഫണ്ടിങ്ങും ശേഖരണം, അതിൻ്റെ ഡീറ്റെയിൽസ് വരെ എടുത്തിട്ടുണ്ട്. ഈ പറയുന്ന അവിടുത്തെ ഗവൺമെൻറ്റുമായിട്ട് സഹകരിച്ച് ഇവർ കൊടുത്ത് ഏത് വഴിയിലാണ്, ആര് ബാങ്ക് ത്രൂ ആണ് ട്രാൻസാക്ഷൻ നടത്തി, അതിൻ്റെ ഡീറ്റെയിൽസ് മുഴുവൻ എടുത്ത്. ഹവാലയുണ്ട്, ബാങ്ക് ട്രാൻസാക്ഷൻ ഉണ്ടായിട്ടുണ്ട്. അതായത് മിഡിൽ ഈസ്റ്റിലുള്ള പല ആൾക്കാർ. പിന്നെ മറ്റൊന്ന്, ഇവർ ഈ പറയുന്ന ഇന്ത്യയുടെ ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമിക്ക് വേണ്ടി അവർക്ക് മാധ്യമം പത്രമുണ്ട് മിഡിൽ ഈസ്റ്റിൽ. അതിനുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടുങ്ങോട്ട് നടത്തിയ പണം ഇടപാടുകൾ, അപ്പോൾ അതിനകത്ത് ലക്ഷ്യമെന്ന് പറയുന്ന ഇസ്ലാമിക രാജ്യമായിരുന്നു. ഇതിൻ്റെ അന്വേഷണം വന്ന് ഇവന്മാരെയൊക്കെ പിടിച്ച് ചോദ്യം ചെയ്ത് കഴിഞ്ഞപ്പോഴേ ഇവന്മാർക്ക് പിടികിട്ടി ഇവന്മാരെ ബാൻ ചെയ്യാൻ പോവുകയാണ്. അതായത് സംഭവം വളരെ സീരിയസ്. ആൻറ്റി ഇന്ത്യ പ്രചരണം, അതായത് ജമാഅത്തെ ഇസ്ലാമിയുടെ അടപ്പ് പൂട്ടാൻ പോവുകയാണ്. ഏകദേശം സെഗ്മെൻറ്റ് കിട്ടിയ ഏകദേശം 5000-ഓളം പേരാണ്. മറ്റേ PFIയുടെ ഏകദേശം 10,000 പേരായിരുന്നു. ജമാഅത്തെ ഇസ്ലാമിയുടെ ആകെ എടുത്തിരിക്കുന്ന വെർട്ടിക്കൽസ് എന്ന് പറയുന്നത് ഏത് രീതിയിൽ എവിടെ നിന്നൊക്കെയാണ് പണം വന്നിരിക്കുന്നത്, ഈ കൊടുത്തവനൊക്കെ പൂട്ടും. കാരണം ഇതിനെ ബാൻ ചെയ്യുകയും ചെയ്യും. കാരണം ഇതിന് മുഴുവൻ സാധനം എടുത്തു. വളരെ സീരിയസ് ഇഷ്യൂ ആണ്. ജമാഅത്തെ ഇസ്ലാമിയെ 100% ബാൻ ചെയ്യും. ചിലപ്പോൾ സമയം എടുക്കുമായിരിക്കും, പക്ഷെ ബാൻ ചെയ്യും. അതായത് ഗവൺമെൻറ് ആലോചിച്ച് നോക്കുക, ഇത് ഗ്ലോബലായിട്ട് ഇഷ്യൂ ആയതാണ്.
ബംഗ്ലാദേശിലുള്ള ഹിന്ദുക്കളെ അടിച്ചോടിച്ച കലാപം എത്ര പേരെയാണെന്നറിയോ? അവിടെ അമ്പലങ്ങൾ നശിപ്പിക്കുന്നവർക്ക് അവരുടെ സ്ഥലം പിടിച്ചെടുക്കുന്നു. അവിടുന്ന് എങ്ങനെയെങ്കിലും ബംഗ്ലാദേശത്തിൽ ഹിന്ദുക്കളെ അടിച്ചോടിക്കണം. അതിൻ്റെ അജണ്ട നടപ്പാക്കാൻ വേണ്ടി പണം കൊടുത്തത് കേരളത്തിലെ ജമാഅത്തെ ഇസ്ലാമിയുടെ കേഡറ്റായിട്ട് അവരുടെ ആൾക്കാർ മിഡിൽ ഈസ്റ്റ് അവിടെയുള്ളവരാണ് ഈ പണം ഇത് കൊടുത്തത്. ഇവൻ്റെയൊക്കെ ധാരണ ഇന്ത്യ എന്ന് പറയുന്നത് ബനാന റിപ്പബ്ലിക്കാന്നുള്ള ധാരണയായിരിക്കും. ഞാൻ അതിനെപ്പറ്റി ആദ്യം സ്റ്റോറി ചെയ്ത് കഴിഞ്ഞപ്പോൾ ഖത്തർ ജമാഅത്തെ ഇസ്ലാമിയെ സഹായിക്കുന്നുണ്ട്, അവിടെയുള്ള ആൾക്കാരെ നിങ്ങളെന്ത് പല ആൾക്കാരും അതിന് താഴെ സുഡാപ്പികളൊന്നും തെറി വിളിക്കുന്നു. ഞാൻ കളഞ്ഞത് ഞാനത് വെറുതെ പറയാതെ വിചാരിച്ചു. ഞാൻ ഈ വെറുതെ പറയത്തൊന്നുമില്ല, കാര്യങ്ങളുടെ സൗഹൃദം പഠിച്ച ശേഷം ഓരോന്നും പറയുകയുള്ളൂ. അതായത് ആവശ്യം ഒരു മിനി പാകിസ്ഥാൻ ആക്കാൻ വേണ്ടി കേരളത്തെ ജമാഅത്തെ ഇസ്ലാമി കളിച്ച കളികൾ എന്തൊക്കെയാണ്? ഇനി അവരുമായിട്ട് നേരത്തെ അവരുടെ മീഡിയ 1 ചാനലിലെ ലൈസൻസുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് ഇന്ത്യ വിരുദ്ധ പ്രവർത്തനം നടത്തി. അതിൽ ഇന്ത്യയുടെ മുൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്, അതായത് ചന്ദ്രചൂഡ്, അന്ന് മുതൽ എനിക്ക് അയാളെ കണ്ടുകൂടാ. കാരണം ഇതിൻ്റെ സംഭവങ്ങളൊക്കെ എനിക്കറിയാവുന്നത്. അയാൾ ഫ്രീഡം ഓഫ് സ്പീച്ച് എന്നും പറഞ്ഞുകൊണ്ട് ഇന്ത്യ വിരുദ്ധ പ്രവർത്തനത്തിന് വേണ്ടി മീഡിയ 1 ലൈസൻസ് കൊടുത്ത ബാൻ ലിഫ്റ്റ് ചെയ്ത് കൊടുത്തു. അവർ വിചാരിച്ചു ഭയങ്കരമാണ്, ഇന്ത്യയിൽ എന്ത് തോന്നിവാസം കാണിക്കാമല്ലോ. അപ്പം ഈ മീഡിയ 1 ചില ചർച്ചകളൊക്കെ കാണണം. അതിഭയങ്കരമായ ആൻറ്റി സംഭവമാണ്. ആൻറ്റി ഇന്ത്യ ടെററിസ്റ്റുകളെ ഓപ്പണായിട്ട് സപ്പോർട്ട് ചെയ്യുന്നു, ഓപ്പണായിട്ട് ഹമാസിനെ ഓപ്പണായിട്ട് സപ്പോർട്ട് ചെയ്യുന്നു. ഇന്ത്യ ഇസ്ലാമിക് രാജ്യമായിട്ട് കൊണ്ടുവരണം, ഇവരുടെ ആഗ്രഹമാണ്. എപ്പോഴൊക്കെ ഞാൻ നിങ്ങളോട് പലപ്പോഴും പറഞ്ഞ സംഭവമുണ്ട്, ഇതിനെ തടുക്കാൻ മോദിക്ക് മാത്രമേ കഴിയുകയുള്ളൂ. നിങ്ങൾ വിചാരിക്കും ഇതേപോലെ സംഭവം കോൺഗ്രസ് ഭരിച്ചിരുന്ന സമയത്ത് ഇതേപോലെ അവിടെയുള്ള ഹിന്ദുക്കളെ അടിച്ചോടിക്കാൻ വേണ്ടി ജമാഅത്തെ ഇസ്ലാമി ഇങ്ങനെ സംഭവം നടത്തിയാൽ കോൺഗ്രസ് ഇതിനെ ഒരിക്കലും ബാൻ ചെയ്തില്ല. ഇതിന് PFI ഒരിക്കലും ബാൻ ചെയ്തില്ല. ഇത് PFIയെക്കാളും ശക്തമായ നടപടിയെടുത്തു ഇവർക്കെതിരെ. കാരണം ഫണ്ടിങ് ആണ്. കാരണം ഇതിനകത്ത് ഇപ്പോൾ ഇന്ത്യയിലുള്ളവരും വിദേശത്തുള്ള ഈ ജമാഅത്തെ ഇസ്ലാമി കേരളത്തിൽ ഇവർക്ക് ഫണ്ട് ചെയ്തു, അവരെയും കയറി പൂട്ട് ചെയ്തു. അതായത് കൂടുതൽ നാളൊന്നും ഇത് നിൽക്കാൻ പോകുന്നില്ല ഈ പത്രവും ഈ ചാനലും. ഇത് ഉറപ്പായിട്ട് അടച്ചുപൂട്ടേണ്ട സംഭവം. അത്രമാത്രം വിഷം ചീറ്റുന്ന സംഭവം. അതും വിഷം ചീറ്റുന്ന കുറച്ച് പേരെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിഭയങ്കരമായ വിഷം. അതായത് ഇന്ത്യയെ വിഭജിക്കാൻ വേണ്ടി വിഷം ചീറ്റുന്ന ഒരു മാധ്യമം, അതായത് ഈ പത്രം, അതേപോലെ ചാനൽ, തുറന്നങ്ങ് പറയാം, അത്ര വിഷം. അതിനെ ഇനി നിർത്തിക്കൊണ്ട് പോവുക എന്ന് പറയുന്നത്, അതായത് ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യത്തിൻ്റെ സെക്യൂരിറ്റി ആസ്പെക്ട്സിന് വളരെ ദോഷമായിട്ട് ഭാവിക്കും. അപ്പം അതുകൊണ്ടാണ് അവർ മഹ്മൂദിൻ്റെ പേരെടുത്ത് മാറ്റിയത്. ചില ആൾക്കാരൊക്കെ വിഡ്ഢികളാക്കി. അന്വേഷണം ശക്തമാണ്, ഇവിടെ മാത്രമല്ല വിദേശ ശക്തമാണ്, ബംഗ്ലാദേശിൽ അന്വേഷണം നടക്കുന്നുണ്ട്. കാരണം നമ്മുടെ നല്ല എക്സ്റ്റേണൽ സെക്യൂരിറ്റി വളരെ സ്ട്രോങ് ആണ്. അതേപോലെ ദുബായിലും മിഡിൽ ഈസ്റ്റിലും ഖത്തറിലും ഒക്കെ അന്വേഷണം നടക്കുന്നുണ്ട്. ആരാണ് എന്താണ് അവർ ചെയ്യുന്ന ബിസിനസ് വരെ അതിന് മുഴുവൻ ഡീറ്റെയിൽസ് എടുത്തുകൊണ്ടിരിക്കുക. ആരൊക്കെ എവിടെ നിന്നൊക്കെ പണം അയച്ചു, ആർക്ക് വേണ്ടി പണം അയച്ചു. ഇവനെ പൂട്ടുക തന്നെ വേണം. ആലോചിച്ച് നോക്കൂ, ഇന്ത്യയിൽ ജീവിച്ചുകൊണ്ട് ഇന്ത്യയുടെ എല്ലാം അനുഭവിച്ചുകൊണ്ട് അവിടെ ബംഗ്ലാദേശിലുള്ള ഹിന്ദുക്കളെ ആട്ടി ഓടിക്കാൻ, അവിടെ കലാപം സൃഷ്ടിക്കാൻ വേണ്ടി കേരളത്തിൽ നിന്ന് മലയാളികളായ ജമാഅത്തെ ഇസ്ലാമിയുടെ ആൾക്കാർ ഫണ്ട് ചെയ്യുന്നു. അത് കയ്യോടെ പൊക്കേണ്ടതല്ലയോ? ഞാൻ നേരത്തെ ഖത്തറിനെതിരെ ആ സ്റ്റോറി വീഡിയോ ചെയ്ത് കഴിഞ്ഞ് ഇവർ വലിയ വലിയ പ്രശ്നമുണ്ടാക്കി. അത് കഴിഞ്ഞ് ഇവർക്കെതിരെ ചെയ്തു. ഇത് മനസ്സിലാക്കും പക്കം മദ്രസ പൊട്ടന്മാരാ. ഇവരുടെയൊക്കെ ധാരണ ഇന്ത്യക്ക് ഇതൊന്നും അറിയത്തില്ല. ഞാനൊരു കാര്യം കൃത്യമായിട്ട് പറയാം. ഞാൻ എത്രയോ വർഷം ഡൽഹിയിൽ ജേർണലിസ്റ്റായിട്ട് ജോലി ചെയ്തത്. ഇന്ത്യയുടെ ഏജൻസികൾ വളരെ ശക്തമാണ്. ഈ പൊട്ടന്മാർ ഉദ്ദേശിക്കുന്ന പോലൊന്നും അല്ല. ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ ആൾക്കാർ അകത്ത് തന്നെ പോകും. ഇത് ലോങ് ടൈം ബാൻ ആയിരിക്കും. നേരത്തെ ഉള്ളൊരു ബാൻ വന്ന് ലിഫ്റ്റ് ചെയ്യുന്ന പരിപാടിയൊന്നുമില്ല. ഇവരെ സഹായിക്കാൻ വേണ്ടി കോൺഗ്രസിൻ്റെ പല നേതാക്കളും ശ്രമിക്കും. അതൊക്കെ ഇതിൻ്റെ അകത്തുള്ളതാണ്. അതൊക്കെ ശ്രമിക്കും. പക്ഷെ ഒരു പുല്ലും നടക്കത്തില്ല. കാരണം മോദിയുടെ അടുത്ത് ഒരു പരിപാടിയും നടക്കത്തില്ല. ശക്തമായ ആക്ഷൻ എടുക്കും. അതായത് അമിത്ഷായാണ് ഹോം മിനിസ്റ്ററായിട്ടിരിക്കുന്നത്. ഉറപ്പായിട്ട് ജമാഅത്തെ ഇസ്ലാമിയും പൂട്ടും, അവൻ്റെ ചാനലും പൂട്ടും, അവൻ്റെ മീഡിയയും പൂട്ടും. അത് കഴിഞ്ഞ് ഗവൺമെൻറ് തന്നെ പറയും ഈ മിഡിൽ ഈസ്റ്റിലുള്ള ഈ സാധനങ്ങൾ പൂട്ടാൻ പറയും. ഇത് ആവശ്യമാണ്. നമ്മൾ അല്ലെങ്കിൽ ഒരു മിനി പാകിസ്ഥാനായിട്ട് കേരളം മാറുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഉത്തരവാദി ഈ ജമാഅത്തെ ഇസ്ലാമിയാണ്. ഈ പണ്ട് ഒരു ജേർണലിസ്റ്റ് ഉണ്ട്, KJ ജേക്കബ്. അദ്ദേഹം ഡെക്കാൻ ക്രോണിക്കിൾ എന്ന് പറയുന്ന പത്രത്തിലായിരുന്നു. പുള്ളിയുടെ ഒരു വീഡിയോ ക്ലിപ്പ് ഞാൻ കണ്ടു.
എനിക്ക് അവനെ കണ്ടെടുത്താൽ കണ്ടുകൂടാ, ഒരു ചൊറിയൻ. പക്ഷേ അയാളൊരു വീഡിയോ ക്ലിപ്പ് ഞാൻ കണ്ടു. അതായത് ഇപ്പോഴാണ് അയാൾക്ക് മനസ്സിലായത് ജമാഅത്തെ ഇസ്ലാമി ഭീകര സംഘടനയാണ്. ഇത് ജമാഅത്തെ ഇസ്ലാമിയെ പറ്റി വായിച്ച് നോക്ക്, ശരിക്കും മനസ്സിലാകുന്നത് എന്തുവാണ്, അവരെന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് നോക്ക്. അത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വലിയ റോക്കറ്റ് ടെക്നോളജി ആവശ്യമൊന്നുമില്ല. അവരൊരു പത്രം ഉണ്ടാക്കിയിട്ട് ഒരു ഹിന്ദുവിനെ എടുത്ത് വെക്കും, ഒരു ക്രിസ്ത്യാനി എടുത്ത് വെക്കും, അത് ആൾക്കാരെ കാണിക്കാൻ. പക്ഷെ അവർ ചെയ്യുന്ന എന്ത് പരിപാടി? അവർ ചെയ്യുന്ന അവരുടെ മുഖം വെച്ചിട്ട് ഇതേപോലെയുള്ള ആൻറ്റി ഇന്ത്യ ആക്ടിവിറ്റീസാണ് ചെയ്യുന്നത്. ഇത് പുറത്ത് തന്നെ കൊണ്ടുവരണം, അത് ലോകം അറിയണം. അതായത് ഒരു മിനി പാകിസ്ഥാൻ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. അതിൻ്റെ പൂർണ്ണ ഉത്തരവാദി ജമാഅത്തെ ഇസ്ലാമി, ഈ പത്രവും ഈ മീഡിയ വണ്ണുമാണ്. അതായത് ഇന്നെ അടയ്ക്കേണ്ടവനെ അടച്ചു തന്നെ പോകണം. അത് ഇന്ത്യയുടെ ആവശ്യമാണ്. പക്ഷെ കേരളത്തിലുള്ള ആൾക്കാർ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നു. അതാണ് ഏറ്റവും അപലപനീയം.